ക്രിസ്തീയ വിശ്വാസ ചരിത്രത്തിലെ ഏറ്റവും വിശുദ്ധയും പരിപാവനയുമായ വ്യക്തിത്വമാണ് പരിശുദ്ധ മാതാവ് മറിയം. ദൈവത്തിൻ്റെ തിരഞ്ഞെടുത്ത പുത്രിയായി ലോകത്തിൻ്റെ രക്ഷകനായ യേശുക്രിസ്തുവിനെ ജനിപ്പിച്ചവളായി മറിയത്തിൻ്റെ ജീവിതം മുഴുവൻ ദൈവത്തിൻ്റെ ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി സമർപ്പിക്കപ്പെട്ടിരുന്നു. ജനനം മുതൽ സ്വർഗാരോപണം വരെ മാതാവിൻ്റെ ജീവിതം വിശ്വാസത്തിൻ്റെ, വിനീതതയുടെ, സേവനത്തിൻ്റെ, മാതൃത്വത്തിൻ്റെ തിളക്കമുള്ള മാതൃകയായി നിലകൊള്ളുന്നു. മറിയത്തിൻ്റെ മാതാപിതാക്കളായിരുന്നു യോവാക്യവും അന്നയും. അവർ വളരെ ഭക്തരും ദൈവനിഷ്ഠരുമായ ദമ്പതികളായിരുന്നു. എന്നാൽ വർഷങ്ങളോളം സന്താനസുഖം ലഭിച്ചിരുന്നില്ല. അവരുടെ മനസ്സിൽ ദുഃഖം നിറഞ്ഞിരുന്നുവെങ്കിലും അവർ ദൈവത്തിൽ പ്രത്യാശ വിട്ടില്ല. നിരന്തരം പ്രാർത്ഥിച്ചു, ഉപവസിച്ചു. ദൈവത്തോട് ഒരു മകനോ മകളെയോ തരാമോ എന്ന് അപേക്ഷിച്ചു. ഒരു ദിവസം ദൈവദൂതൻ അന്നയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. അവളുടെ പ്രാർത്ഥന ദൈവം കേട്ടുവെന്നും അവൾക്ക് ഒരു മകൾ ജനിക്കുമെന്നും അറിയിച്ചു. അങ്ങനെ മറിയം ജനിച്ചു. ജനനം മുതൽ തന്നെ അവൾ പ്രത്യേകമുള്ള കുട്ടിയായിരുന്നു. നിഷ്കളങ്കത, വിനയം, ദൈവസ്നേഹം നിറഞ്ഞ ഒരു കുഞ്ഞ്. അവളെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ മാതാപിതാക്കൾ ദേവാലയത്തിൽ സമർപ്പിച്ചു. അവൾ ദേവാലയത്തിൽ വളർന്നു. ദൈവത്തെ സ്നേഹിക്കുകയും അവൻ്റെ നിയമങ്ങളിൽ നടക്കുകയും ചെയ്തു. മറിയം 14-ാം വയസ്സിലെത്തിയപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ഭക്തനും നീതിമാനുമായ ജോസഫ് അവളുടെ വിവാഹനാഥനായി തിരഞ്ഞെടുത്തു. ജോസഫ് ഒരു നീതിമാനായിരുന്നു. മറിയത്തിന് വിവാഹം നിശ്ചയിച്ച് കഴിഞ്ഞിരുന്ന സമയത്ത് അവൾ പരിശുദ്ധാത്മാവിലൂടെ ഗർഭിണിയായിരിക്കുന്നു എന്ന കാര്യം അറിഞ്ഞപ്പോൾ അവളെ അപമാനിക്കാതിരിക്കാനായി ശബ്ദമില്ലാതെ മാറി നിൽക്കാൻ മനസ്സുവെച്ചു. എന്നാൽ സ്വപ്നത്തിൽ ദേവദൂതൻ അവനോട് പ്രത്യക്ഷപ്പെട്ടു. ദാവീദ് പുത്ര യോസഫേ, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ഭയപ്പെടേണ്ട. അവളുടെ ഗർഭത്തിൽ രൂപപ്പെട്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നുള്ളതാണ് എന്ന് പറഞ്ഞു. ദൂതൻ്റെ വാക്കുകൾ അനുസരിച്ച് ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിച്ചു. ജീവിതത്തിൽ 3-4 പ്രാവശ്യം ദേവദൂതന്മാർ നൽകിയ നിർദ്ദേശങ്ങൾ പ്രകാരം കുടുംബത്തെ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ജോസഫ് ശ്രമിച്ചു. ഹെരോദോസ് ബാലനെ കൊല്ലാൻ നോക്കുന്നുവെന്ന് ദൂതൻ അറിയിച്ചു. അപ്പോൾ ജോസഫ് രാത്രി തന്നെ മറിയത്തെയും കുഞ്ഞായ യേശുവിനെയും കൊണ്ട് ഈജിപ്തിലേക്ക് യാത്രയായി. ഹെരോദോസിൻ്റെ മരണം കഴിഞ്ഞപ്പോൾ വീണ്ടും ദൂതൻ പറഞ്ഞതുപോലെ കുടുംബത്തോടൊപ്പം നാട്ടിലേക്ക് മടങ്ങി നസ്രത്തിൽ താമസിച്ചു. അവൻ ഒരു സാധാരണ വ്യക്തിയായ കാർപ്പൻ്ററായി തൊഴിൽ ചെയ്തു. കുടുംബത്തിൻ്റെ ആവശ്യം നിറവേറ്റാനും അവരെ സംരക്ഷിക്കാനും തൻ്റെ ജീവിതം മുഴുവൻ വിനിയോഗിച്ചു. ദൈവത്തിൻ്റെ ചിട്ടകൾക്ക് അനുസരിച്ച് ജീവിക്കുന്ന ഒരു മാതൃകയായിരുന്നു. ദൈവദൂതൻ ഗബ്രിയേൽ ആദ്യമായി മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവൾക്ക് അതൊരു അത്ഭുതവും ആശ്ചര്യവുമായിരുന്നു. നിനക്ക് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം ലഭിച്ചിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ അവൾ ചോദിച്ചു, ഞാൻ പുരുഷനെ അറിയാതിരിക്കെ എങ്ങനെ ഇത് സംഭവിക്കും? എന്നാൽ ദൂതൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്നിൽ വരും. അതുകൊണ്ട് ജനിക്കുവാൻ പോകുന്നവൻ പരിശുദ്ധനും ദൈവപുത്രനുമാകും. ദൂതൻ അവളുടെ ബന്ധുവായ എലിസബത്ത് വാർദ്ധക്യത്തിൽ പോലും ഗർഭിണിയായിരിക്കുന്നു എന്ന സന്തോഷ വാർത്തയും അറിയിച്ചു. അപ്പോൾ മറിയം വേഗത്തിൽ എലിസബത്തിൻ്റെതായ വീട്ടിലേക്ക് പോയി. അവളെ കണ്ടപ്പോൾ എലിസബത്തിൻ്റെ ഗർഭത്തിലുള്ള ശിശു സന്തോഷത്തോടെ ചലിച്ചു. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ എലിസബത്ത് വിളിച്ചു പറഞ്ഞു, സ്ത്രീകളിൽ അനുഗ്രഹീതയായവളെ, നിന്റെ ഗർഭത്തിലെ ഫലം അനുഗ്രഹീതം. അവിടെ 3 മാസം താമസിച്ചുകൊണ്ട് മറിയം എലിസബത്തിനെ സഹായിച്ചു. ജോലികളിൽ കൈകൊടുത്തു. ദിനം പ്രതി സന്തോഷത്തോടെ അവരെ അനുഗ്രഹിച്ചു. പിന്നെ തൻ്റെ വീട്ടിലേക്ക് മടങ്ങി ദൈവം നിശ്ചയിച്ച വഴിക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. കാലം എത്തി. ബെത്ലഹേമിൽ ഒരു കാലിത്തൊഴുത്തിൽ യേശു ജനിച്ചു. അവൾ അമ്മയായി മാത്രമല്ല ദൈവത്തിൻ്റെ ദാസിയായി, രക്ഷാപദ്ധതിയുടെ പങ്കാളിയായി ജീവിതം മുഴുവൻ ത്യാഗത്തിൻ്റെയും മാതൃസ്നേഹത്തിൻ്റെയും വഴിയിൽ നടന്നു. യേശുവിൻ്റെ ബാല്യകാലം മുതൽ അവളുടെ കണ്ണുകൾ എല്ലായ്പ്പോഴും അവൻ്റെ മേൽ ആയിരുന്നു. നസ്രത്തിലെ ശാന്തമായ ജീവിതം, ക്ഷേത്രത്തിലെ യേശുവിൻ്റെ ബാലപ്രസംഗം,
യൗവനകാലത്തെ ശുശ്രൂഷകൾ എല്ലായിടത്തും അവൾ കൂടെയുണ്ടായിരുന്നു. കാനായിലെ വിവാഹ വിരുന്നിൽ വീഞ്ഞു തീർന്നപ്പോൾ മാതാവ് അപേക്ഷ പ്രകാരം യേശു തൻ്റെ ആദ്യ അത്ഭുതം നടത്തി. അത് മാതാവിൻ്റെ ഇടപെടലിലൂടെ നടന്ന വിശ്വാസത്തിൻ്റെ ശക്തി തെളിയിച്ച ഒരു നിമിഷമായിരുന്നു. ശേഷം ക്രൂശുമേൽ യേശുവിൻ്റെ അവസാന നിമിഷങ്ങളിൽ അമ്മയുടെ ഹൃദയം വേദന കൊണ്ട് കീറിയെങ്കിലും മാതാവ് അവൻ്റെ അരികിൽ തന്നെ നിന്നു. യേശു തൻ്റെ ശിഷ്യനായ യോഹന്നാനോട് പറഞ്ഞു, ഇവൾ നിന്റെ അമ്മ. അതുവഴി മറിയത്തെ യോഹന്നാൻ്റെ സംരക്ഷണത്തിൽ ഏൽപ്പിച്ചു. യേശുവിൻ്റെ സ്വർഗാരോഹണത്തിനു ശേഷം പെന്തക്കോസ്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വരവിൽ മാതാവ് അപ്പോസ്തലന്മാരോടൊപ്പം പ്രാർത്ഥനയിൽ പങ്കെടുത്തു. പരമ്പരാഗതമായി മറിയം പല വർഷങ്ങൾ കൂടി ഭൂമിയിൽ ജീവിച്ചു. ചില പാരമ്പര്യങ്ങൾ പറയുന്നത് പോലെ മരണസമയത്തെക്കുറിച്ച് ദേവദൂതൻ മുമ്പേ അവളെ അറിയിച്ചു. അന്ന് അപ്പോസ്തലന്മാർ അത്ഭുതകരമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൂടി വന്നു മാതാവിൻ്റെ അവസാന നിമിഷങ്ങളിൽ പങ്കെടുത്തു. മാതാവിൻ്റെ ജീവൻ സമാധാനത്തോടെ അവസാനിച്ചു. ദേഹം നശിക്കാതെ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടു. മറിയത്തിൻ്റെ സ്വർഗാരോപണം. മാതാവ് മറിയത്തിൻ്റെ ജീവിതം ഒരു സാധാരണ സ്ത്രീയുടെ ജീവിതമല്ല, മറിച്ച് ദൈവത്തിൻ്റെ കരുണയുടെയും തിരഞ്ഞെടുത്ത മാതൃത്വത്തിൻ്റെയും ചരിത്രമാണ്. മാതാവിൻ്റെ വിനയം, വിശ്വാസം, ദൈവത്തിന് സമർപ്പണം എല്ലാം ക്രിസ്തീയ വിശ്വാസികൾക്ക് ശാശ്വത മാതൃകയാണ്. മറിയം ഭൂമിയിൽ ദൈവപുത്രൻ്റെ അമ്മയായും സ്വർഗത്തിൽ വിശ്വാസികളുടെ അമ്മയായും ഇന്നും ഇടപെടുന്നു. മറിയത്തെ ഓർക്കുന്നത് ദൈവത്തോട് കൂടുതൽ അടുക്കാനുള്ള വഴിയാണ്. പഴയ നിയമത്തിലെ ആദമിൻ്റെ ഭാര്യയായ ഹവ്വയുമായി പുതിയ നിയമത്തിലെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയം തമ്മിൽ ബന്ധിപ്പിച്ചു നോക്കുമ്പോൾ ദൈവത്തിൻ്റെ മോചന പദ്ധതി എത്ര മനോഹരമായിട്ടാണെന്ന് നമുക്ക് മനസ്സിലാകുന്നു. ആദ്യം ഉൽപ്പത്തി പുസ്തകത്തിൽ ഹവ്വയെ ദൈവം ആദമിനൊപ്പം സൃഷ്ടിച്ചു. ദൈവം നൽകിയ കൽപ്പന നല്ലതും ചീത്തയുമായ അറിവിൻ്റെ വൃക്ഷത്തിലെ ഫലം തിന്നരുത് എന്നായിരുന്നു. അവൾ കേട്ടിരുന്നിട്ടും സർപ്പം വരുത്തിയ വഞ്ചനയിൽ വീണു. അവളുടെ അനുസരണക്കേടിലൂടെ പാപം ലോകത്തിലേക്ക് കടന്നു. മനുഷ്യകുലം ദൈവത്തോടുള്ള ഐക്യം നഷ്ടപ്പെടുത്തി. ഹവ്വ എല്ലാ ജീവനുള്ളവരുടെ അമ്മയായി മാറിയെങ്കിലും അവളുടെ പാപം മരണത്തിൻ്റെയും വേർതിരിവിൻ്റെയും വാതിൽ തുറന്നു. പുതിയ നിയമത്തിൽ ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ ഒരു വ്യത്യസ്ത കഥ കാണുന്നു. നസ്രത്തിലെ ഒരു ലളിതയായ കന്യക മറിയം ദൈവത്തിൻ്റെ ദൂതനായ ഗബ്രിയേലിൽ നിന്ന് വാർത്ത കേൾക്കുന്നു. അവൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് ദൈവപുത്രനെ ഗർഭം ധരിക്കും. പഴയ ഹവ്വ അനുസരണക്കേടിലൂടെ ലോകത്തെ നഷ്ടത്തിലേക്ക് നയിച്ചപ്പോൾ പുതിയ ഹവ്വയായ മറിയം പൂർണ്ണമായ വിനയത്തോടും വിശ്വാസത്തോടും കൂടി ദൈവത്തിൻ്റെ പദ്ധതിയിൽ അതെ എന്ന് പറഞ്ഞു. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനപ്രകാരം എനിക്ക് സംഭവിക്കട്ടെ. ഹവ്വയുടെ വഴിയിൽ മനുഷ്യർ മരണത്തിലേക്ക് വീണു. മറിയത്തിൻ്റെ വഴിയിൽ യേശുക്രിസ്തുവിലൂടെ മോചനം ലഭിച്ചു. ഹവ്വ ജീവൻ്റെ അമ്മയായിരുന്നുവെങ്കിലും മറിയം നിത്യജീവൻ്റെ അമ്മയായി മാറി. ഹവ്വയുടെ അനുസരണക്കേടിലൂടെ പാപം ലോകത്തിലേക്ക് കടന്നതുപോലെ മറിയത്തിൻ്റെ അനുസരണത്തിലൂടെ രക്ഷ ലോകത്തിലേക്ക് എത്തി. ഇങ്ങനെ പഴയ നിയമത്തിലെ ഹവ്വയും പുതിയ നിയമത്തിലെ മറിയവും തമ്മിലുള്ള ബന്ധം ദൈവത്തിൻ്റെ മോചന പദ്ധതിയുടെ രണ്ട് മുഖങ്ങളാണ്. ഒന്ന് വീഴ്ചയുടെ വാതിൽ തുറന്നത്, മറ്റൊന്ന് മോചനത്തിൻ്റെ വാതിൽ തുറന്നത്. ആദിമ പുസ്തകത്തിൽ, അതായത് ഉൽപ്പത്തി, നാം കണ്ടു ഹവ്വ, ആദം എന്നീ ആദ്യ മനുഷ്യർ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച് പാപത്തിലേക്ക് വീണു. പാമ്പിൻ്റെ വഞ്ചനയ്ക്ക് വഴങ്ങി. ഹവ്വ ആദ്യമായി വിലക്കിയ പഴം കഴിച്ചു. തുടർന്ന് ആദമിനും നൽകി. ഇതിലൂടെ മനുഷ്യജാതി പാപത്തിൻ്റെയും മരണത്തിൻ്റെയും അടിമയായി. പഴയ ഹവ്വയുടെ അനുസരണക്കേട് മനുഷ്യരുടെ ദൈവബന്ധം വിച്ഛേദിക്കുകയും ഭൂമിയിൽ കഷ്ടപ്പാടും വേദനയും മരണവും കൊണ്ടുവന്നു. എന്നാൽ സുവിശേഷങ്ങളുടെ പ്രകാശത്തിൽ മറിയം പുതിയ ഹവ്വയായി പ്രത്യക്ഷപ്പെടുന്നു.
ഗബ്രിയേൽ ദൂതൻ സന്ദേശം നൽകുമ്പോൾ പഴയ ഹവയിൽ നിന്ന് വ്യത്യസ്തമായി അവൾ വിനയത്തോടെയും അനുസരണത്തോടെയും ദൈവത്തിൻ്റെ വാക്ക് സ്വീകരിച്ചു. ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്കാകട്ടെ എന്ന് പറഞ്ഞു. പഴയ ഹവയുടെ ഇല്ല മനുഷ്യനെ പാപത്തിലേക്ക് നയിച്ചപ്പോൾ പുതിയ ഹവയായ മറിയത്തിൻ്റെ അതെ മനുഷ്യകുലത്തിന് രക്ഷയുടെ വാതിൽ തുറന്നു. യേശുക്രിസ്തു തിരുവെഴുത്തുകളിൽ പറയുന്നത് പോലെ പുതിയ ആദം ആണ്. പഴയ ആദം അനുസരണക്കേട് മൂലം മരണത്തെ ലോകത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ പുതിയ ആദം യേശുക്രിസ്തു ക്രൂശിലെ പൂർണ്ണ അനുസരണത്തിലൂടെ ജീവനും വീണ്ടെടുപ്പും മനുഷ്യർക്ക് നൽകി. മറിയം പുതിയ ഹവയായി യേശുവിൻ്റെ രക്ഷാപദ്ധതിയിൽ സഹകരിച്ചു. അവളുടെ മാതൃത്വം ആത്മീയമായി എല്ലാ വിശ്വാസികളിലേക്കും വ്യാപിച്ചു. ഉൽപ്പത്തി 3:15 ദൈവം പാമ്പിനോട് പറഞ്ഞ വാക്കുകൾ: സ്ത്രീയുടെ സന്താനം നിന്റെ തല തകർക്കും. മനുഷ്യരാശിക്ക് ഒരു പ്രത്യാശാ വിത്തായി. ലൂക്കാ സുവിശേഷത്തിൽ ഗബ്രിയേൽ ദൂതൻ മറിയത്തോട് നൽകിയ സന്ദേശത്തിലൂടെ ആ പുരാതന വാഗ്ദാനം യാഥാർത്ഥ്യമായി. പഴയ നിയമത്തിൽ വിത്തായി നൽകിയ പ്രവചനം പുതിയ നിയമത്തിൽ മറിയത്തിൻ്റെ അതേ മുഖേന പൂർത്തിയായി. മറിയം പഴയ ഹവ്വയുടെ വീഴ്ചയ്ക്ക് മറുപടി പോലെ ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയുടെ സഹപങ്കാളിയായി യേശുവിനൊപ്പം മനുഷ്യരാശിയുടെ വീണ്ടെടുപ്പിൽ പങ്കെടുത്തു. അവൾ നമ്മുടെ വിശ്വാസത്തിന് മാതൃകയും അനുസരണത്തിൻ്റെയും വിനയത്തിൻ്റെയും പ്രതീകവുമായി. മാതാവായ പരിശുദ്ധ മറിയം നമുക്ക് വേണ്ടി ഇടപെടുന്ന വിധം അതീവ സ്നേഹപൂർവ്വം മാതൃസ്നേഹത്തോടു കൂടിയതുമാണ്. സ്വർഗത്തിൽ മഹത്വത്തിൽ ഇരിക്കുമ്പോഴും അവൾ തൻ്റെ മക്കളുടെ വേദനകളും വിഷമങ്ങളും മറക്കുന്നില്ല. കാനായിലെ വിവാഹ വിരുന്നിൽ അവൾ തൻ്റെ ഇടപെടലിലൂടെ യേശുവിനെ ആദ്യം അത്ഭുതം നടത്താൻ പ്രേരിപ്പിച്ചതുപോലെ ഇന്നും മാതാവ് നമുക്ക് വേണ്ടി യേശുവിൻ്റെ മുമ്പിൽ വെച്ച് അനുഗ്രഹം ലഭിക്കുന്നതിനായി അപേക്ഷിക്കുന്നു. മാതാവ് നമ്മുടെ ദുർബലതകൾ മനസ്സിലാക്കുന്നു. കാരണം മാതാവ് മനുഷ്യജീവിതത്തിൻ്റെ പരീക്ഷകളും വേദനകളും നേരിട്ടവളാണ്. അതിനാൽ മറിയത്തിൻ്റെ പ്രാർത്ഥനകൾ കരുണാപൂർണവും ഉറച്ച വിശ്വാസത്തോടുമാണ്. വിശ്വാസികൾ മാതാവിനെ അഭയാർത്ഥിയായി സമീപിക്കുമ്പോൾ മാതാവ് നമ്മെ തൻ്റെ പുത്രൻ്റെ അരികിലേക്ക് കൊണ്ടുപോകുന്നു. അമ്മയുടെ ഇടപെടൽ ഒരു മതിലല്ല, മറിച്ച് സ്വർഗത്തിലേക്കുള്ള ഒരു പാലമാണ്. മാതാവിൻ്റെ സംരക്ഷണത്തിന് കീഴിൽ ആത്മീയ ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കപ്പെടുന്നു. അവൾ തൻ്റെ പുത്രൻ്റെ വിലപ്പെട്ട രക്തത്തിലൂടെ ലഭിച്ച മോക്ഷത്തിൻ്റെ പൂർണ്ണ അനുഭവത്തിലേക്ക് നമ്മെ കൈപിടിച്ചു നടത്തുന്നു. വിശ്വാസത്തോടെ മാതാവിനെ അഭിമുഖീകരിക്കുന്നവർക്ക് മാതാവ് ഒരിക്കലും വിട്ടുകൊടുക്കാത്ത ഒരു കരുത്തായ അഭിഭാഷകയാണ്. ചരിത്രത്തിൽ സംഭവിച്ച ചില ഇടപെടലുകളുടെ ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത് ഗ്വാഡലുപ്പെ അത്ഭുതം 1531. മെക്സിക്കോയിലെ ഹുവാൻ ഡിയോഗോ എന്ന ദരിദ്രന് മാതാവ് പ്രത്യക്ഷപ്പെട്ടു. തൻ്റെ സ്നേഹവും സന്ദേശവും നൽകി. അത്ഭുതകരമായി ഹുവാൻ ഡിയോഗോയുടെ വസ്ത്രത്തിൽ മാതാവിൻ്റെ ദിവ്യരൂപം പതിഞ്ഞു. ഇന്നും കേടുപാടില്ലാതെ നിലനിൽക്കുന്നു. ഇതിലൂടെ ആയിരങ്ങൾ വിശ്വാസത്തിലേക്ക് തിരിഞ്ഞു. രണ്ടാമതായി ലൂർദ് അത്ഭുതങ്ങൾ 1858. ഫ്രാൻസിലെ ബെർണഡറ്റ് സോബിറോസിന് മാതാവ് 18 തവണ പ്രത്യക്ഷപ്പെട്ടു. അവളുടെ നിർദ്ദേശപ്രകാരം നിലത്ത് പൊട്ടിച്ച വെള്ളച്ചാട്ടം അനേകം രോഗികളെ സുഖപ്പെടുത്തുകയും ചെയ്തു. ഇന്നും ലൂർദ് ഒരു വിശുദ്ധ സുഖവേദിയായി തുടരുന്നു. മൂന്നാമതായി ഫാത്തിമയിലെ മുന്നറിയിപ്പുകളും അത്ഭുതവും 1917. പോർച്ചുഗലിലെ 3 കുട്ടികൾക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടു. ലോകസമാധാനത്തിനും പാപമോചനത്തിനും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടു. മാതാവിൻ്റെ പ്രവചനം പോലെ 70,000-ലധികം ആളുകളുടെ മുന്നിൽ സൂര്യൻ്റെ അത്ഭുതം സംഭവിച്ചു. വെളിപ്പെടുത്താത്ത വ്യക്തിഗത ഇടപെടലുകൾ ധാരാളമുണ്ട്.
അനേകം വിശ്വാസികൾ മാതാവിനോട് പ്രാർത്ഥിച്ച് രോഗശാന്തിയും അപകടങ്ങളിൽ നിന്ന് മോചനവും കുടുംബ വിഷമങ്ങളിൽ നിന്ന് സമാധാനവും നേടിയിട്ടുണ്ട്. മാതാവിൻ്റെ സംരക്ഷണത്തിൻ കീഴിൽ ആത്മീയ ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നു. മാതാവ് തൻ്റെ പുത്രൻ്റെ വിലപ്പെട്ട രക്തത്തിലൂടെ ലഭിച്ച മോക്ഷത്തിൻ്റെ പൂർണ്ണ അനുഭവത്തിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്തുന്നു. വിശ്വാസത്തോടെ മാതാവിനെ അഭിമുഖീകരിക്കുന്നവർക്ക് മാതാവ് ഒരിക്കലും വിട്ടുകൊടുക്കാത്ത ഒരു കരുത്തായ അഭിഭാഷകയാണ്. മാതാവിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്: ദൈവത്തിൻ്റെ പദ്ധതിയോട് പൂർണ്ണമായ അനുസരണമാണ് സത്യമായ സന്തോഷത്തിൻ്റെയും നിത്യസമാധാനത്തിൻ്റെയും വഴി. സ്വർഗത്തിലെ രാജ്ഞിയായ മാതാവ് സ്വന്തം മക്കളായ നമ്മെ കൈവിടാതെ യേശുവിൻ്റെ അരികിലേക്ക് കൊണ്ടുപോകുന്നു. മാതാവിൻ്റെ സ്നേഹമുള്ള ഹൃദയം നമ്മുടെ പാപങ്ങളും ദുഃഖങ്ങളും യേശുവിൻ്റെ കരുണാസിംഹാസനത്തിന് മുന്നിൽ വച്ച് നമുക്ക് മോചനവും നിത്യജീവനും നേടിത്തരുന്നു. യേശുവിലൂടെ ലഭിക്കുന്ന രക്ഷയുടെ പാതയിൽ മാതാവ് നമ്മെ വഴികാട്ടിയും സംരക്ഷകയുമായി പ്രോത്സാഹകയായി നടക്കുന്നുണ്ട്. മറിയത്തിൻ്റെ അമ്മ മനസ്സ് ഇന്നും നാളെയും അനന്തകാലവും നമ്മെ സുരക്ഷിതരാക്കി ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വിശ്രമിപ്പിക്കും. പ്രിയ സഹോദരങ്ങളെ, ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തിൽ സമാധാനവും പ്രത്യാശയും നിറച്ചിട്ടുണ്ടെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളോടും കുടുംബത്തോടും ഷെയർ ചെയ്യാനും മറക്കരുത്. അങ്ങനെ മാതാവിൻ്റെ സ്നേഹ സന്ദേശം കൂടുതൽ ഹൃദയങ്ങളിലേക്ക് എത്തിക്കാം. ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളെ എന്നും അനുഗമിക്കട്ടെ.